ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ HSST ജോഗ്രഫി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ജിയോമോർഫോളജിയിലെ സ്ലോപ്പ് എവല്യൂഷൻ തിയറീസ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പൈനിയർ ആയിട്ടുള്ള തിയറിയാണ് വില്യം മോറിസ് ഡേവിസിൻ്റെ മോഡൽ ഓഫ് സൈക്കിൾ ഓഫ് ഇറോഷൻ. WM ഡേവിസിനെ നമുക്കറിയാം, അദ്ദേഹം ഒരു അമേരിക്കൻ ജോഗ്രഫർ ആൻഡ് ജിയോളജിസ്റ്റ് ആണ്. ആദ്യകാലങ്ങളിലെ ഈ സ്ലോപ്പ് എവല്യൂഷൻ തിയറീസിൻ്റെ ഒരു തുടക്കക്കാരനും കൂടിയാണ് അദ്ദേഹം. 19-ാം നൂറ്റാണ്ട് കൂടിയാണ്, അതിൻ്റെ തുടക്കത്തോടു കൂടിയാണ് സ്ലോപ്പ് എവല്യൂഷൻ തിയറീസ് ഒക്കെ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വർക്കാണ്, അതായത് സൈക്കിൾ ഓഫ് ഇറോഷൻ എന്ന് പറയുന്ന വർക്കാണ് അത് ഇതിനൊരു മുതൽക്കൂട്ടാവുന്നത്. പിന്നീട് വന്നവർക്കെല്ലാം നമുക്കറിയാം, പിന്നീടുള്ള ജോഗ്രഫേഴ്സ് ആയിട്ടുള്ള പെങ്ക് ആയിക്കോട്ടെ, കിങ് ആയിക്കോട്ടെ, വുഡ്, സ്ട്രോളർ, ഇവരുടെ എല്ലാം സ്ലോപ്പ് എവല്യൂഷൻ തിയറീസിൻ്റെ ഒരു അവരെല്ലാം മാതൃകയാക്കിയത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ക്രിറ്റിസിസംസും എല്ലാം നേരിടേണ്ടി വന്ന ഒരു തിയറിയും കൂടിയാണ് ഡേവിസിൻ്റെ സൈക്കിൾ ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1899 ഈ WM ഡേവിസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സൈക്കിൾ ഓഫ് ഇറോഷൻ പബ്ലിഷ് ചെയ്യുന്നത്. സോ ഹു പബ്ലിഷ്ഡ് സൈക്കിൾ ഓഫ് ഇറോഷൻ? WM ഡേവിസ്. ഇൻ വിച്ച് ഇയർ? 1899. സോ 1899 WM ഡേവിസിൻ്റെ വർക്കാണ് സൈക്കിൾ ഓഫ് ഇറോഷൻ. ഇതിലാണ് ഈ സ്ലോപ്പ് കോൺസെപ്റ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറയുന്നത്. Davis envisaged that all landforms of the world passes through evolutionary sequence. Very important. So എങ്ങനെയാണ് ലാൻഡ്ഫോംസ് പോകുന്നത്? ഏത് രീതിയിലാണ്? ഒരു പരിണാമത്തിലൂടെയാണ്. ഡ്യൂറിങ് വിച്ച് ഡെന്യൂഡേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഈ പറഞ്ഞ ജിയോമോർഫോളജിയിൽ കൂടുതലായി ഉപയോഗിച്ച ഒരു വ്യക്തിയും കൂടിയാണ് WM ഡേവിസ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ സ്ലോപ്പ് അല്ലെങ്കിൽ ലാൻഡ്ഫോംസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു? ഡെന്യൂഡേഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വരതനം നമുക്കറിയാം, ഈ ഇറോഷൻ വെതറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഡെന്യൂഡേഷൻ പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പരിണാമം, ഈ ഒരു എവല്യൂഷണറി സീക്വൻസ് ഉണ്ടാകുന്നതെന്നും ആൻഡ് ഇറ്റ് ആക്ട് അപ്പോൺ ദം ടു ഫാഷൻ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. അപ്പം നമുക്ക് പിന്നീട് നമ്മൾ റിവർ എന്ന ഏജൻറ്റിൻ്റെ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവറിൻ്റെ ഒരുപാട് ഇറോഷൻ ലാൻഡ് ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം ഈ ഒരു സ്ലോപ്പ് കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. Change in landform with the passage of time formed the cornerstone of his cycle concept. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ ഈ സൈക്ലിക് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ചേഞ്ച് ഇൻ ലാൻഡ് ഫോം വിത്ത് പാസേജ് ഓഫ് ടൈം. അപ്പോൾ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു വ്യക്തി. ടൈമിനെ ഇദ്ദേഹം ഈ ഒരു ഇതിൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിന് പ്രാധാന്യം ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതായത് ഈ മാറ്റങ്ങൾ, ഈ ഭൂപ്രകൃതിയിൽ അല്ലെങ്കിൽ ലാൻഡ് ഫോംസിന് ഭൂരൂപങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്? സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് സമയം പോകുന്നതനുസരിച്ച് പല പല ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, പല രൂപങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ദ ലാൻഡ് ഫോം വുഡ് ചേഞ്ച് ഫ്രം ഇനിഷ്യൽ ടു അൾട്ടിമേറ്റ് ഫോം. ഈ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഉപയോഗിച്ചതാണ്. ഇനിഷ്യൽ ടു അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ലാൻഡ് ഫോം മാറുന്നത്. ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അൾട്ടിമേറ്റ് ഫോം. അൾട്ടിമേറ്റ് ഫോം എന്ന് പറയുന്നതാണ് പെനിപ്ലെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഈ പെനിപ്ലെയിൻ എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം മോറിസ് ഡേവിസ് അല്ലെങ്കിൽ WM ഡേവിസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? സൈക്കിൾ ഓഫ് ഇറോഷൻ. ബുക്കിൻ്റെ പേര് അല്ലെങ്കിൽ വർക്കിൻ്റെ പേര് സൈക്കിൾ ഓഫ് ഇറോഷൻ. ഇൻ വിച്ച് ഇയർ? 1899. ഓക്കെ, ദ ക്രസ്റ്റ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു വാക്ക് വരികയാണ് ക്രസ്റ്റ്. ക്രസ്റ്റ് നമുക്ക് ജോഗ്രഫിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ക്രസ്റ്റ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹിൽ ടോപ്പുകളെയാണ്. അപ്പോൾ എന്താണ് ക്രസ്റ്റ്? ഹിൽ ടോപ്സ് വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, റാദർ ദെയർ ഹൈറ്റ് ആൻഡ് സ്ലോപ്പ് വിൽ ഡിക്ലൈൻ വിത്ത് പാസേജ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ, അല്ലേ? അപ്പോൾ ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ഹിൽ ടോപ്പുകൾ, നമ്മൾ ഡയഗ്രാം ഇതിൽ കാണുന്നുണ്ട്. ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഹിൽ ടോപ്പ്, നിങ്ങൾക്ക് ആ യൂത്ത് സ്റ്റേജിൽ കാണുന്ന ഈ ഹിൽ ടോപ്പ് അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? അത് ഒരുപാട് നാളിങ്ങനെ നിലനിന്ന് പോകുന്നില്ല. പാസേജ് ഓഫ് ടൈം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? റാദർ their height and slope will decline. അവരുടെ ഉയരവും ചരിവും എല്ലാം എന്ത് ചെയ്യുന്നു? താന്നു പോകുന്നു അല്ലെങ്കിൽ ഡിക്ലൈനായി പോകുകയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാസേജ് ഓഫ് ടൈം, സമയം മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഹിസ് സൈക്കിൾ ഓഫ് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റ് വാസ് ദസ് ഡൈനാമിക് ഇൻ നേച്ചർ. സ്റ്റാറ്റിക് ആയിരുന്നോ? അല്ല, ഡൈനാമിക് ആണ്. അതായത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ ആണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ലാൻഡ് ഫോം എവല്യൂഷൻ. ഓക്കെ, Davis argued that all physical landforms can be analyzed in the terms of their 3 variables. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ 3 വേരിയബിൾസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയിലാണ് നമുക്ക് ഈ വാക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള 3 വേരിയബിളുകൾ? സ്ട്രക്ചർ, പ്രോസസ്, സ്റ്റേജ്. ഇതെല്ലാമാണ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് സ്റ്റേജ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അതെന്ന്.
സ്ട്രക്ചർ, ദ ടേം സ്ട്രക്ചർ ഇൻക്ലൂഡഡ് മോർ ദാൻ വാട്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ നോർമലി എല്ലാ സബ്ജക്റ്റിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നോർമലി ആ വാക്കിൻ്റെ അർത്ഥത്തിലല്ല, മറിച്ച് ഇറ്റ് ഇൻക്ലൂഡഡ് ദ മാനർ ഓഫ് ഡിസ്പൊസിഷൻ ഓഫ് അണ്ടർലൈങ് റോക്സ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതായത് ആ ലാൻഡ് ഫോമിൻ്റെ താഴെ വരുന്ന ശിലകൾ ഏതെല്ലാമാണ്, അങ്ങനെ ഹാർഡ് റോക്സ് ആണോ സോഫ്റ്റ് റോക്സ് ആണോ അങ്ങനെയുള്ള, ഇനി അതുപോലെ തന്നെ എന്താണ് പോറബിൾ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടേം അല്ല, അതിന് ഒറ്റൊരു മീനിങ് അല്ല അദ്ദേഹം കൊടുക്കുന്നത്. അതിൽ ആ അണ്ടർലൈൻ റോക്സിൻ്റെ ഏത് ഡിസ്പൊസിഷൻ എങ്ങനെയാണ് എന്നത് പറയുന്നുണ്ട്. ലെവൽ ഓഫ് ഹാർഡ്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഹാർഡാണ് സോഫ്റ്റ് ആണ് അതെല്ലാം പറയുന്നുണ്ട്. പോറോസിറ്റി പറയുന്നുണ്ട്, പോറബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോൾഡ് എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് അവിടുത്തെ റോക്കിൻ്റെ ഫുൾ ജിയോളജി അദ്ദേഹം ആ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 വേരിയബിൾസ് ഏതെല്ലാമാണ്? വില്യം മോറിസ് ഡേവിസിൻ്റെ സൈക്കിൾ ഓഫ് ഇറോഷൻ 1899 എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഓഫ് സ്ലോപ്പ് തിയറിയിൽ 3 വേരിയബിൾസ് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ, പ്രോസസ്സ്, സ്റ്റേജ്. ഓക്കെ, സ്ട്രക്ചറിൽ എന്തെല്ലാം വരും? റോക്കിൻ്റെ അവിടുത്തെ ഡിസ്പോസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ, അത് ഏതെല്ലാം രീതിയിലാണ്, ലെവൽ ഓഫ് തിക്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് പറയുന്നുണ്ട്, പോറോസിറ്റി പറയുന്നുണ്ട്, ഫോൾട്ട്, അതായത് കംപ്ലീറ്റ് ജിയോളജി സ്ട്രക്ചർ എന്ന് പറയുന്ന വാക്കിലൂടെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ വേരിയബിൾ ആണ് പ്രോസസ്. എന്താണ് പ്രോസസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ഓഫ് വെതറിങ്, റിവർ, വിൻഡ്, ഗ്ലേഷ്യൽ ഇറോഷൻ, മാസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻ്റ് ആണോ അദ്ദേഹം ഇവിടെ പറയുന്നത്? അല്ല, മറിച്ച് നമുക്കറിയാവുന്ന ഏജൻസ്, അതായത് ഇറോഷണൽ ഏജൻസ് ഉണ്ടല്ലോ, അതിലെ എല്ലാ ഏജൻസിനെയും അദ്ദേഹം ഈ പ്രോസസ്സിലൂടെ പറയുന്നുണ്ട്. അതായത് ഏരിയ മാറുന്നതനുസരിച്ച്, ഇപ്പോൾ പ്ലെയിൻസിൽ മാത്രമായിരിക്കത്തില്ല, ഡെസേർട്ട് ആവാം, അപ്പോൾ ഏജൻ്റ് ആരായി? വിൻഡായി. ഇനി പോളാർ റീജിയൻസ് അല്ലെങ്കിൽ സ്നോ കവേർഡ് ഏരിയ സംഭവം ആരായി? ഗ്ലേഷ്യൽ ഇറോഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാസ് മൂവ്മെൻറ്റ്, മറ്റുള്ള എല്ലാ തരത്തിലുള്ള പ്രക്രിയകളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏജൻറ്റുകളെ എല്ലാം അദ്ദേഹം ഈ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി സ്റ്റേജ്. നമ്മൾ നേരത്തെയും സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് സ്റ്റേജ്? പാസേജ് ഓഫ് ടൈം എന്ന് പറഞ്ഞില്ലേ, ആ ടൈമാണ് സ്റ്റേജ്. ഇറ്റ് മീൻസ് ടൈം ഡ്യൂറേഷൻ ഡ്യൂറിങ് വിച്ച് ദ പ്രോസസ് ഓപ്പറേറ്റ് ഓൺ എ സ്ട്രക്ചർ. ഏത് സ്ട്രക്ചർ, അതായത് ആ ലാൻഡ് ഫോമിലാണോ അവിടെ എത്ര സമയം എടുക്കുന്നു, ആ ഒരു ടൈം, പാസേജ് ഓഫ് ടൈമാണ് അദ്ദേഹത്തിൻ്റെ വേരിയബിളായ സ്റ്റേജ്. അപ്പോൾ 3 വേരിയബിൾസ് ഏതെല്ലാമാണ്? സ്ട്രക്ചർ, പ്രോസസ്സ്, സ്റ്റേജ്. ഓക്കെ, ഇതാരുടെ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ആരുടെ കോൺസെപ്റ്റാണ്? WM ഡേവിസിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ വർക്കിൻ്റെ പേരെന്താണ്? സൈക്കിൾ ഓഫ് ഇറോഷൻ. വിച്ച് ഇയർ? 1899. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 3 വേരിയബിൾസ് സ്ട്രക്ചർ, പ്രോസസ്, സ്റ്റേജ്. ക്ലിയർ? സോ ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ആക്സിസ്. അതുപോലെ തന്നെ ആക്സിസ് പറയുകയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ മെയിൻ വാലിയും കാണാൻ സാധിക്കും. ഈ ആൾട്ടിറ്റ്യൂഡിന് പുറമേ നിങ്ങൾക്ക് അവിടെ കാണുന്നത് ടൈമാണ്, ഈ പാസേജ് ഓഫ് ടൈമാണ് പറയുന്നത് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ഓഫ് മെയിൻ വാലി എന്ന് പറയുന്നത് ആ ഷെയ്ഡഡ് പോർഷൻസ് ആണ്. ഓക്കെ, ഇനി താഴെ വരുന്ന ആക്സിസിൽ ഏതാണ്? ടൈമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് യൂത്ത്, മെച്യൂർ, ഓൾഡ് എന്ന് പറയുന്ന ടൈം പാസേജ് ആണ് അദ്ദേഹം താഴത്തെ ആക്സിസിൽ കാണിക്കുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണിക്കുന്നതെങ്കിൽ, വെർട്ടിക്കൽ ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? ആൾട്ടിറ്റ്യൂഡാണ്. റിലീഫ് എബോ ദ ലെവൽ. ഇപ്പോൾ സീ ലെവലിൽ നിന്നുള്ള ഉയരമാണ് ആൾട്ടിറ്റ്യൂഡിൽ കാണിക്കുന്നത്. അത് ബേസിക്കലി ആ ബേസ് ലെവലിൽ കാണിക്കുന്നുണ്ട്. ബേസ് ലെവലാണ് സീ ലെവലിൽ നിന്നുള്ള ഉയരം. അല്ലാതെ നിങ്ങൾക്ക് മറ്റ് ഈ പറയുന്ന കണക്ക് ആൾട്ടിറ്റ്യൂഡ് ഓഫ് മെയിൻ വാലിയും കാണാൻ സാധിക്കും. മെയിൻ വാലിയുടെ ഉയരം ഷെയ്ഡഡ് പോർഷൻസിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഡയഗ്രാമിന് നിങ്ങൾക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ആദ്യത്തെ ഡിവിഷൻ യൂത്ത് എന്ന് പറയുന്ന സ്റ്റേജാണ് കേട്ടോ. ആദ്യത്തെ ഡിവിഷനിൽ വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. യൂത്ത് സ്റ്റേജ് ആണെങ്കിൽ മിഡിൽ വരുന്നതാണ് മെച്യൂരിറ്റി ആൻഡ് ഫൈനലി ഓൾഡ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഒരു ശാസ്ത്രമായിട്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി, ലൈഫ് സൈക്കിളുമായിട്ട് ലാൻഡ് ഫോംസിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഒരു അനലോഗി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു താരതമ്യം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്താണ്? മനുഷ്യൻ്റെ ജീവിതവുമായി ഭൂരൂപങ്ങൾക്ക് ബന്ധമുണ്ട്. എങ്ങനെ? മനുഷ്യൻ്റെ യൂത്ത്, മെച്യൂർ, ഓൾഡ് എന്ന് പറയുന്ന നമുക്ക് ഘട്ടങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ആർക്കും ഈ ലാൻഡ് ഫോംസിനും 3 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും പല മാറ്റങ്ങൾ നമുക്കുണ്ടാവുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെ ആർക്കും ഉണ്ടാവുന്നുണ്ട്? ലാൻഡ് ഫോംസിനും ഉണ്ടാവുന്നുണ്ടെന്ന് വില്യം മോറിസ് ഡേവിസ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നു.
നമുക്ക് ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേവിസ് യൂസ് ദ ടെർമിനോളജി യൂത്ത്, മെച്യൂർ, ഓൾഡ് ഏജ് ടു മാർക്ക് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ്. അപ്പോൾ ലാൻഡ് ഫോംസ് എവല്യൂഷന് അദ്ദേഹം 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂത്ത് സ്റ്റേജ്, ഓൾഡ് മെച്യൂർ സ്റ്റേജ് ആൻഡ് ഓൾഡ് സ്റ്റേജ്. ഓക്കെ, സ്റ്റേജ് അല്ലെങ്കിൽ ഏജ് എന്ന് വേണമെങ്കിൽ പറയാം. ഹി ഡ്രൂ അനലോഗി, ഞാൻ പറഞ്ഞല്ലോ അനലോഗി എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യം ചെയ്യുന്നു. എന്തായിട്ട്? ബിറ്റ്വീൻ ഈ ലാൻഡ്സ്കേപ്സ് ആൻഡ് ലിവിങ് ബീൻ, അതായത് മനുഷ്യനെയും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും ലാൻഡ് ഫോംസിനും ബന്ധമുണ്ട്. അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതഘട്ടങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ലാൻഡ് ഫോംസിനും ഉള്ളത്. അപ്പോൾ യൂത്ത്, യങ് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, മെച്യൂരിറ്റി അല്ലേ, മിഡിൽ ഏജ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് ഓൾഡ് ഏജ് എന്ന് പറയുന്ന പോലെയാണ് ലാൻഡ് ഫോംസിനും പോകുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ ലൈഫ് സൈക്കിളുമായിട്ട്, മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളുമായിട്ട് അദ്ദേഹം ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. He argued every landform undergoes sequential changes through process of evolution where it passes through youth, maturity and old age. In other words, there is no fixed time for youth, maturity or old age. ഇവിടെ മനുഷ്യൻ്റെ ജീവിതമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഏജ് പറയാം. പിന്നെ ഇത്ര ഏജ് കഴിയുമ്പോൾ നമ്മൾ മെച്യൂർ ആവുന്നു, ഈ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ഓൾഡ് ഏജിലോട്ട് പോകുന്നു അല്ലേ, നമ്മുടെ ഏജ് വെച്ചിട്ട് നമുക്കത് പറയാമെങ്കിൽ ലാൻഡ് ഫോംസിൽ അതുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഫിക്സഡ് ടൈം ഡ്യൂറേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ദെർ ഇസ് നോ ഫിക്സഡ് ഡ്യൂറേഷൻ ഫോർ ദിസ് 3 സ്റ്റേജസ്. എന്തുകൊണ്ടാണ്? ഇത് മാറും, സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച്. ഇനി അവിടുത്തെ ഏജൻറ്റുകൾ മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ്സ്, 3 കാര്യങ്ങൾ മറന്നു പോകരുത്: സ്ട്രക്ചർ, പ്രോസസ്, സ്റ്റേജ്. ഇതിൽ ഈ പ്രോസസ്സ് മാറുമ്പോൾ എന്ത് പറ്റുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണോ, ഇതെല്ലാം ഒരു പ്രധാന ഘടകമാണ്. ഈ സ്ട്രക്ചർ ഇപ്പോൾ ഒരു വളരെ കട്ടിയുള്ള ഹാർഡ് റോക്കാണ് അവിടെ എങ്കിൽ പെട്ടെന്ന് അത് ഡെന്യൂഡേഷന് വിധേയമാവോ, അല്ലെങ്കിൽ ഡീഗ്രേഡ് ആവോ? ഇല്ല, സമയമെടുക്കും അല്ലേ, ഹാർഡ് റോക്സ് ആണെങ്കിൽ. ഇനി സോഫ്റ്റ് റോക്സ് ആണെങ്കിലോ പെട്ടെന്നുണ്ടാവും. അതാണ് ഇവിടെയും പറയുന്നത്. ഇൻ സം കേസസ് ഓർ ഇൻ സം റീജിയൻസ് ദർ വിൽ ബി ഹൈലി റെസിസ്റ്റൻറ്റ് റോക്ക്, വളരെ കട്ടി കൂടിയ ഹാർഡ് റോക്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡ്യൂറേഷൻ ഓഫ് ദിസ് സൈക്കിൾ വിൽ ബി ഫെയർലി ലോങ്ങർ. അപ്പോൾ ഈ ഒരു ഘട്ടം, ഈ ഒരു നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ പാസേജ് ഓഫ് ടൈം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ യൂത്ത് സ്റ്റേജിൽ മെച്യൂറിലോട്ട് പാസ് ചെയ്യാൻ. ഇനി സം ഏരിയാസ് ഹാവിങ് വീക്കർ ആണെങ്കിൽ, വീക്കർ റോക്സ് ആണെങ്കിൽ അവിടെ പെട്ടെന്ന് എന്ത് നടക്കുന്നു? ഈ സ്റ്റേജ് മൂവ് ചെയ്ത് പോകുന്നു. ക്ലിയർ? അപ്പോൾ നമ്മുടെ മനുഷ്യനുള്ള പോലെ തന്നെ 3 സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മനുഷ്യനിലെ പോലെ ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അത് മാറുന്നില്ല. മറിച്ച് അവിടുത്തെ സ്ട്രക്ചറും പ്രോസസ്സും ഒക്കെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, സോ വൺസ് അഗെയിൻ WM ഡേവിസിൻ്റെ വർക്കാണ് സൈക്കിൾ ഓഫ് ഇറോഷൻ. ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? 1899 അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലൈഫ് ഫോംസ് ആയിട്ടാണ് അദ്ദേഹം ഈ ലാൻഡ് ഫോംസിനെ അനലോഗി അല്ലെങ്കിൽ അതിനെ താരതമ്യം ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. പിന്നീട് എന്ത് നമ്മൾ പറഞ്ഞു? 3 വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രക്ചർ, പ്രോസസ്സ്, സ്റ്റേജ്. അതുപോലെ തന്നെ ഇനിഷ്യൽ ടു അൾട്ടിമേറ്റ് ഫോം എന്നൊക്കെ പറയുന്ന വാക്കുകളും ചേഞ്ച് ഇൻ ലാൻഡ് ഫോംസ് വിത്ത് പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ഫ്രേസും ഒക്കെ ആരുടെ സംഭാവനയാണ്? ജിയോമോർഫോളജിയിൽ WM ഡേവിസിൻ്റെയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ജോഗ്രഫറും ജിയോളജിസ്റ്റും ആണ്. ഇനി നമുക്ക് 3 സ്റ്റേജുകളെ പറ്റി നോക്കാം. അതിന് മുമ്പ് കുറച്ച് പോയിന്റ് കൂടി ഉണ്ട്. ഡേവിസ് മെയ്ഡ് സം അസംഷൻസ് റിഗാർഡിംഗ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് ഫോം. ഈ അപ്ലിഫ്റ്റ്മെന്റിനെ പറ്റിയും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഹി വിഷ്വലൈസ് ദ ഇനിഷ്യൽ ലാൻഡ് ഫോം ആസ് എ മാസ് ഓഫ് ലാൻഡ് അപ്ലിഫ്റ്റഡ് ഫ്രം ദി സീ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കണ്ട ഡയഗ്രാമിലെ പോലെ ഈ ഒരു ബേസ് ലെവൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്? അപ്ലിഫ്റ്റഡ് ഫ്രം ദി സീ ആണ്. This process of upliftment was faster and the denudation process acted upon it from the time it almost became stable mass. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നീട് ക്രിറ്റിസിസത്തിനൊക്കെ വിധേയമായെന്നും കാണാൻ സാധിക്കും. സോ ദ പ്രോസസ് ഓഫ് അപ്ലിഫ്റ്റ്മെന്റ് വാസ് ഫാസ്റ്റർ. ഈ ഒരു നടന്ന അപ്ലിഫ്റ്റ്മെന്റ് എവിടെ നിന്ന്? സീയിൽ നിന്നുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ടാണെന്നും ഈ ഡെന്യൂഡേഷൻ, ഇദ്ദേഹത്തിൻ്റെ വാക്കാണ് ഡെന്യൂഡേഷൻ, ഈ ഡെന്യൂഡേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ആക്റ്റഡ് അപ്പോൺ ഇറ്റ് ഫ്രം ദ ടൈം ഇറ്റ് ഓൾമോസ്റ്റ് ബിക്കം സ്റ്റേബിൾ മാസം. സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഡെന്യൂഡേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു നമ്മൾ റിയൽ ലൈഫായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ഇതൊക്കെ ക്രിറ്റിസിസത്തിന് പിന്നീട് വിധേയമായ കുറേ പോയിന്റുകളാണ് അദ്ദേഹത്തിൻ്റെ. അസംഷൻസ് ആണല്ലോ, അസംഷൻസ് എല്ലാം പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. His normal cycle represents the case of humid temperate landform in which due to rainfall several consequent streams would emerge. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ അദ്ദേഹത്തിൻ്റെ
ഏജന്റ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത് സ്ട്രീംസ് ആണ്, റണ്ണിങ് വാട്ടർ ആയിട്ടാണ് പറയുന്നത്. പിന്നെന്താ, ദ വെലോസിറ്റീസ് ആൻഡ് സ്ട്രീം ഡിറക്ഷൻ വുഡ് ബി കൺട്രോൾഡ് ബൈ ദ സർഫസ് ഗ്രേഡിയൻറ്റ്. അത് നമുക്ക് കോമൺലി അറിയാവുന്നതാണ്. റണ്ണിങ് വാട്ടറിൻ്റെ വെലോസിറ്റിയും ഡിറക്ഷനും ഒക്കെ അതിൻ്റെ ഗ്രേഡിയൻറ്റുമായിട്ട് വളരെ ഗ്രേഡിയൻ്റ് നമ്മൾ സ്ലോപ്പുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെയും അദ്ദേഹം അതേ കാര്യം തന്നെ, ആ ഒരു ജനറൽ ഐഡിയ ഇവിടെയും അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ്, അസംഷൻസ് ആണ് കേട്ടോ. ഇനി 3 സ്റ്റേജസ് നോക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പല പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് യൂത്ത്ഫുൾ സ്റ്റേജ് ആണ്. ഓക്കെ, ദ സ്ട്രീംസ് ആഫ്റ്റർ ദെയർ എമർജൻസ് വിൽ ബിഗിൻ റാപ്പിഡ് ഡൗൺവേർഡ് ഇറോഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കുറേ പുതിയ പുതിയ വാക്കുകൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഹെഡ്വേർഡ് ഇറോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ എന്ന് പറയും കേട്ടോ. ഹെഡ്വേർഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ. വി ഷേപ്ഡ് വാലി. വി എന്ന് പറയുമ്പോൾ ആ ഷേപ്പ് ആണെങ്കിലും നമ്മളിവിടെ വെർട്ടിക്കൽ ഇറോഷൻ, വി ഷേപ്ഡ് വാലി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സ്ട്രീംസ് എമേർജ് ചെയ്ത കാര്യം നമ്മൾ അസംഷനിൽ പറഞ്ഞു. ഈ സ്ട്രീംസ് എമേർജ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? സ്ട്രീംസ് റാപ്പിഡായിട്ട് ഡൗൺവേർഡ് ഇറോഷൻ ഉണ്ടാവുകയും ഇവിടെ ഡീപ്പ് വാലീസ്, ഈ ഗോർജസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാനിയൻ ഗോർജസ് ഒക്കെ, ഈ ഇങ്ങനെയുള്ള വി ഷേപ്ഡ് വാലിയും കാനിയൻസും ഗോർജസും ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്നു. V-shaped valley would be formed which will sustain its nature all through its youth. ഓക്കെ, അത് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ പിക്ചർ കാണാൻ സാധിക്കും. ഇതാണ് യൂത്ത് സ്റ്റേജിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ചിത്രം. അവിടെ കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു വി ഷേപ്ഡ് വാലിയൊക്കെ കാണാം. ഡൗൺവേർഡ് ഇറോഷൻ വളരെ ആക്റ്റീവായിട്ടുണ്ടെന്നും, ഇറോഷൻ ഓക്കെ വെർട്ടിക്കൽ ഇറോഷൻ, വെർട്ടിക്കൽ അങ്ങനെ ഓർത്താൽ മതി, വെർട്ടിക്കൽ ഇറോഷൻ ആക്റ്റീവാണെന്നൊക്കെ കാണാൻ സാധിക്കും. ദി ഡിവൈഡ് സമിറ്റ്സ് ആർ പ്രസൻറ്റഡ് ഇൻ ദിസ് സ്റ്റേജ്. അപ്പോൾ ആ സമിറ്റ്സ് കാണാൻ സാധിക്കും, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്യൂറിങ് ദ ഏർലി ബിഗിനിങ് ഓഫ് ദ യൂത്ത് ദ വാലി സൈഡ് സ്ലോപ്സ് ആർ സ്റ്റീപ്പ്. അതുപോലെ ചരിവ് എങ്ങനെയാണ്? ഈ സ്ലോപ്പിൻ്റെ അല്ലെങ്കിൽ വാലീസിൻ്റെ ചരിവ് എങ്ങനെയാണ്? വളരെ സ്റ്റീപ്പാണ് അല്ലേ. അതുപോലെ തന്നെ വിച്ച് ക്ലോസ് ബൈ ദ യൂത്ത്ഫുൾ സ്റ്റേജ് ഗ്രാജുവലി ഡിമിനിഷ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ അതെന്ത് സംഭവിക്കുന്നതായിട്ടും കാണാം, അതിൻ്റെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. താഴോട്ട് വരുമ്പോൾ സ്ലോപ്പ് കുറഞ്ഞു വരും, സ്റ്റീപ്നെസ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. ദ റിവേഴ്സ് എക്സ്റ്റെൻഡ് ദെയർ വാലീസ് ബൈ കണ്ടിന്യൂസ് ഹെഡ്വേർഡ് ഇറോഷൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഹെഡ്വേർഡ് ഇറോഷൻ. മറ്റൊരു വാക്ക് വെർട്ടിക്കൽ ഇറോഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, യൂത്ത്ഫുൾ സ്റ്റേജ് ഈസ് മാർക്ക്ഡ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഫീച്ചേഴ്സ് ലൈക്ക്. അപ്പോൾ ഇവിടെ ഏതെല്ലാം ലാൻഡ് ഫോംസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? വാട്ടർഫോൾസ്. നമുക്കറിയാം അല്ലേ, യൂത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന ലാൻഡ് ഫോമാണ് വാട്ടർഫോൾസ്. റാപ്പിഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഗോർജസ്, കാനിയൻസ്, അങ്ങനെ എക്സെട്ര. അപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന നമ്മൾ പിന്നീട് പഠിച്ചിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷനിൽ റണ്ണിങ് വാട്ടറിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന എല്ലാം ഇദ്ദേഹത്തിൻ്റെ യൂത്ത്ഫുൾ സ്റ്റേജിൽ വരുന്ന ലാൻഡ് ഫോംസ് ആണ്. ഓക്കെ, the long profile of river bear these features, hence Davis referred such profiles as degraded. അപ്പോൾ അദ്ദേഹം ഈ ഫീച്ചേഴ്സിനെ വിളിച്ചിരുന്ന പേര് ഡീഗ്രേഡഡ് എന്നാണ്. ഓക്കെ, ഡീഗ്രേഡഡിൽ നിന്ന് ഗ്രേഡഡിലോട്ടുള്ള മാറ്റമാണ് യൂത്ത്ഫുള്ളിൽ നിന്ന് മെച്യൂറിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഡീഗ്രേഡഡ്. ഇപ്പോൾ ഡെന്യൂഡേഷൻ, ഹെഡ്വേർഡ് ഇറോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ, ഡീഗ്രേഡഡ്, പിന്നെ ഫോംസ് ഓഫ് ലാൻഡ് ഫോംസ് ഏതെല്ലാമാണ് അതെല്ലാം ഓർത്തിരിക്കുക. ഇത്രയുമാണ് യൂത്ത്ഫുൾ സ്റ്റേജിൽ. ഒന്നുകൂടി പറയാം, അദ്ദേഹം 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് യൂത്ത്ഫുൾ സ്റ്റേജാണ്. യൂത്ത്ഫുൾ സ്റ്റേജിൽ സ്ട്രീംസ് അല്ലെങ്കിൽ റിവേഴ്സ് ഒറിജിൻ ചെയ്യുമ്പോൾ വളരെ അല്ലേ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായതുകൊണ്ട് തന്നെ റാപ്പിഡായിട്ടുള്ള ഒരു ഡൗൺവേർഡ് ഇറോഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വി ഷേപ്ഡ് വാലീസ്, വെർട്ടിക്കൽ ഇറോഷൻ, അതുപോലെ വി ഷേപ്ഡ് വാലീസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇനി എങ്ങനെ ആയിരിക്കും എന്താണ് വാലീസ് എന്ന് പറയുന്നത്? വളരെ നാരോ ആയിരിക്കും അല്ലേ. നമുക്ക് ആ പിക്ചർ കാണുമ്പോഴേ മനസ്സിലാവും. യൂത്ത്ഫുൾ സ്റ്റേജിലെ വാലീസ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്മെൻറ്റ് വളരെ കുറവെന്നോ അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഇന്റർലോക്കിംഗ് സ്പേഴ്സ് മറ്റ് ലാൻഡ് ഫോംസ് ആണ്. റാപ്പിഡ് വാട്ടർഫോൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്റർലോക്കിംഗ് സ്പർ എന്ന് പറയുന്നതും നമുക്കറിയാവുന്ന ഒരു യൂസ്ഫുൾ സ്റ്റേജിലെ ലാൻഡ് ഫോം ആണ്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് കേട്ടോ. ഹൈ റിലീഫ് ആൻഡ് സ്റ്റീപ്പ് സ്ലോപ്പ്, ഇതെല്ലാം ഓർത്തിരിക്കുക. വെർട്ടിക്കൽ ഇറോഷൻ, ഡെന്യൂഡേഷൻ, ഡീഗ്രഡേഷൻ ഓർത്താൽ മതി. ഇതിൽ ഡീഗ്രഡേഷൻ, വെർട്ടിക്കൽ ഇറോഷൻ, പിന്നെ ലാൻഡ് ഫോംസ് ഏതെല്ലാം ആണെന്ന് ഓർക്കുക. നാരോ വാലീസ് ആയിരിക്കും, ലിറ്റിൽ ഫ്ലഡ് പ്ലെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ആയിരിക്കും ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നത്. നമുക്ക് അടുത്ത സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി സ്റ്റേജ്. ഹിയർ ദ റേറ്റ് ഓഫ് വാലി ഡീപ്പനിങ് ഡിക്ലൈൻസ്. എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, യൂത്തിൽ നിന്ന് നമ്മൾ മെച്യൂറിലോട്ട് പോകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ആ പിക്ചറിൽ കാണാൻ സാധിക്കും, താഴോട്ട് വരുമ്പോൾ എന്ത് കുറഞ്ഞു വരുന്നു? വാലി ഡീപ്പനിങ് ഡിക്ലൈൻസ്. ആ വാലിയുടെ ഒരു ആഴം കുറഞ്ഞു വരുന്നു.
ഇവിടെ എന്ത് ആക്റ്റീവായി? ലാറ്ററൽ ഇറോഷൻ ആക്റ്റീവായി. നേരത്തെ ഏത് ഇറോഷൻ ആയിരുന്നു? ഹെഡ്വേർഡ് ഇറോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ പേ വേ ഫോർ ലാറ്ററൽ ഇറോഷൻ. വെർട്ടിക്കൽ ഇറോഷൻ പേ വേ ഫോർ ലാറ്ററൽ ഇറോഷൻ. വെർട്ടിക്കൽ ഇറോഷനിൽ നിന്ന് ലാറ്ററൽ ഇറോഷനിലോട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സൈഡിലോട്ടുള്ള ഇറോഷൻ കൂടി വരുന്നു. അതായത് ഒരു വാലി വൈഡനിങ് ഉണ്ടാവുന്നു. വാലി ഡീപ്പനിങ്ങിൽ നിന്ന് വാലി വൈഡനിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. In this phase begins the lowering of interfluid summit, thereby reducing the relief of landform. നേരത്തെ കുത്തനെ നിന്നിരുന്നതെല്ലാം താന്ന് വരുന്നു. The vertical height between the valley floor and the summit declines faster. പെട്ടെന്ന് അല്ലേ, ആ ലാറ്ററൽ ഇറോഷൻ എത്രത്തോളം ഡോമിനേറ്റ് ആവുന്നോ അത്രയും വേഗത്തിൽ ഈ വാലി ഫ്ലോറും അതുപോലെ തന്നെ സമിറ്റും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റും കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ദ എൻഡ് ഓഫ് മെച്യൂർ സ്റ്റേജ് സീസ് ഡിക്ലൈൻ ഇൻ സ്ലോപ്പ് ആംഗിൾസ് ബിക്കോസ് ഓഫ് വേസ്റ്റിംഗ് ഡിവൈഡ്സ്. ദ ലാൻഡ്സ്കേപ്പ് വിൽ ഹാവ് റിലേറ്റീവ്ലി സ്മൂത്ത് സ്ലോപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മെച്യൂർ സ്റ്റേജിന്റെ എൻഡിലോട്ട് എത്തുമ്പോൾ വീണ്ടും ആ പിക്ചറിലോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും, ആ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കുന്നു? താന്ന് വരികയാണ് അല്ലേ. അതായത് ആ ഒരു ഇറോഷൻ ആക്റ്റീവ് ആവുന്നില്ല. ഏത് ഇറോഷൻ? ലാറ്ററൽ ഇറോഷൻ ആക്റ്റീവ് ആവുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ എന്താണ് ഈ സ്ലോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വാലി ഫ്ലോറും സമിറ്റും തമ്മിലുള്ള ദൂരം അകന്നകന്ന് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടുത്തെ പോയിന്റുകൾ ഓർത്തിരിക്കുക. വെർട്ടിക്കൽ ഇറോഷൻ ഡിക്രീസസ്, ലാറ്ററൽ ഇറോഷൻ ഇൻക്രീസസ്. ഓക്കെ, ആ ലാറ്ററൽ ഇറോഷൻ എന്ന് പറഞ്ഞ വാക്കോർക്ക് അത് മെച്യൂരിറ്റി സ്റ്റേജിലാണ്. മാക്സിമം റിലീഫ് ഈസ് റീച്ച് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അപ്പോൾ റിലീഫ് മാക്സിമം ആവുന്നതും ഈ ഒരു വീണ്ടും ഡയഗ്രാമത്തിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ മെച്യൂർ സ്റ്റേജ് നോക്കൂ, അവിടെ കാണാൻ സാധിക്കും റിലീഫ് മാക്സിമം നിൽക്കുന്നത്, അതിൻ്റെ ഒരു വീതിയും നീളവും അല്ലെങ്കിൽ അതിൻ്റെ ഉയരവും എല്ലാം നിൽക്കുന്നത് ആ ഒരു മെച്യൂർ സ്റ്റേജിലാണ് മാക്സിമം കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഹയസ്റ്റ് ഡിവൈഡ് സമിറ്റ് ആ ഒരു ടൈമിലാണ്. അതായത് നമ്മുടെ വെർട്ടിക്കൽ ഇറോഷൻ ടൈമിൽ അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിലല്ല, മറിച്ച് മെച്യൂർ സ്റ്റേജിലാണ് ഹയസ്റ്റ് ഡിവൈഡ് സമിറ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ലാൻഡ് ഫോം അല്ലെങ്കിൽ റിലീഫ് മാക്സിമം എത്തുന്നത് മെച്യൂർ സ്റ്റേജിലാണെന്നും കാണാൻ സാധിക്കും. വെൽ ഡെവലപ്ഡ് ഡ്രെയിനേജ് നെറ്റ്വർക്ക് ഈ ഒരു സ്റ്റേജിലെ മറ്റൊരു പ്രത്യേകതയാണ് വെൽ ഡെവലപ്ഡ് ഡ്രെയിനേജ് നെറ്റ്വർക്ക്. ഡ്രെയിനേജ് വളരെയധികം ഡെവലപ്പായി നിൽക്കുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. അതായത് മാക്സിമം റിലീഫ് ഉണ്ടാവുന്നത് മെച്യൂരിറ്റി, മാക്സിമം റിലീഫ്, അങ്ങനെ ഓർത്തിരിക്കുക. വി ഷേപ്ഡ് വാലി, വെർട്ടിക്കൽ ഇറോഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞ പോലെ. ഓക്കെ, യൂത്ത് അവിടെയും ഒരു വൈയും വിയും ആയിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മെച്യൂർ സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? മെച്യൂർ ഫോർ മാക്സിമം റിലീഫ് എന്ന് ഓർക്കുക. മെച്യൂരിറ്റി, മാക്സിമം റിലീഫ്, പിന്നെ വെൽ ഡെവലപ്ഡ് ഡ്രെയിനേജ് നെറ്റ്വർക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫ്ലഡ് പ്ലെയിൻസ് സ്റ്റാർട്ടഡ് ഫോമിങ് അല്ലേ. നേരത്തെ ഫ്ലഡ് പ്ലെയിനിൻ്റെ ഒരു ഇതും തെളിവും ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഫ്ലഡ് പ്ലെയിൻസ് എല്ലാം പതിയെ ഉണ്ടായി വരുന്നതായിട്ട് കാണാം. ഓക്കെ, മെച്യൂർ സ്റ്റേജിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ. ഇനി ഇവിടുത്തെ മറ്റൊരു പോയിന്റ്, അക്കോർഡിംഗ് ടു ഡേവിസ് ദിസ് ഈസ് എ സ്റ്റേജ് വെയർ സ്ലോപ്പ് റീച്ച് ദി കണ്ടീഷൻ ഓഫ് ഗ്രേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീഗ്രേഡ് എന്ന് പറയുന്ന വാക്ക് എന്തിലോട്ട് മാറുന്നു? ഗ്രേഡഡ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തുകയും എ സ്റ്റേറ്റ് വെയർ ദർ എക്സിസ്റ്റ് എ ബാലൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വെതേർഡ് മെറ്റീരിയൽ ആൻഡ് റേറ്റ് ഓഫ് ഇറ്റ്സ് റിമൂവൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഓഫ് ഗ്രേഡ്. എന്താണ് ഗ്രേഡ് കൊണ്ട് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് വെയർ ദർ എക്സിസ്റ്റ് എ ബാലൻസ്, ഒരു ബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്തുമായി? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് വെതേർഡ് മെറ്റീരിയൽ ആൻഡ് റേറ്റ് ഓഫ് റിമൂവൽ. അപ്പോൾ രണ്ടും തമ്മിലുള്ളൊരു ഈക്വൽ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. വൈൽ വെർട്ടിക്കൽ ഇറോഷൻ വാസ് ഡോമിനന്റ് ഇൻ ദി യൂത്ത്ഫുൾ സ്റ്റേജ്, ഇവിടെ ഏത് ഇറോഷനാണ്? ലാറ്ററൽ ഇറോഷൻ സ്ലോലി ഇറോഡ്സ് ആൻഡ് ഇന്റർഫ്ലൂസ് ഡോമിനേറ്റ്സ് ദി മെച്യൂരിറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റേടത്ത് വി ഷേപ്ഡ് വാലി വെർട്ടിക്കൽ ഇറോഷനാണ്. യൂത്ത്ഫുൾ വൈനെ വി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ലാറ്ററൽ ഇറോഷനാണ് ഇവിടുത്തെ ആക്റ്റീവായി നിൽക്കുന്നത്. And finally, last stage, stage of old age. In this stage, the process of landform evolution goes at a very slow pace. ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? വളരെ സ്ലോയിലായിരിക്കും പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ഡയഗ്രാം ഒന്ന് കാണാം. നോക്കേ, വളരെ ശാന്തമായി തീർന്നു. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തി. There is a marked reduction in the river gradient. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഗ്രേഡിയൻ്റ് എല്ലാം താന്ന് വരികയാണ്, റിഡക്ഷൻ ഉണ്ടാകുന്നു. ദ ആംഗിൾ ഓഫ് വാലി സ്ലോപ്സ് ഡിക്ലൈൻസ് കണ്ടിന്യൂസ്ലി. വാലി സ്ലോപ്സ് എല്ലാം പോയി ഡിക്ലൈൻ ആയി, കാരണം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയല്ലോ. അപ്പോഴത്തേക്ക് ഇറോഷൻ്റെ എല്ലാം ഒരുവിധം തീർന്നു. ഇറോഷൻ അതിനൊരു പറഞ്ഞല്ലോ ഒരു പരിധി ഉണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പോൾ പിന്നെ റോഡ് ചെയ്യാനൊന്നുമില്ലെങ്കിൽ അത് പ്ലെയിൻ ആയി മാറും. There is a decline in creep and wash as well.
ദ സ്ലോപ്പ് ഗെറ്റ്സ് കവേർഡ് വിത്ത് ഡെട്രിറ്റസ്. ഡെട്രിറ്റസ് നിങ്ങൾക്കറിയാം, ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഇലകളും, അതായത് ലാസ്റ്റ് ഈ ജൈവ അവശിഷ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ മലയാളത്തിൽ അല്ലേ, ജൈവ അവശിഷ്ടങ്ങളാണ്. അതായത് ഈ പറഞ്ഞ കണക്കുള്ള എന്താണ് ലിവിങ് തിങ്സ്, ഇലകളും അങ്ങനെയുള്ള ഫോസിൽ ഒക്കെ വരും, അങ്ങനെയുള്ള ജീവജാലങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ അടിയിൽ കാണുമല്ലോ, അതെല്ലാം അവസാനം തെളിഞ്ഞ് വരും മണ്ണിൻ്റെ മുകളിൽ. അതാണ് ഡെട്രിറ്റസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് വരികയും ദെയർ ബൈ പ്രൊട്ടക്റ്റഡ് ഫ്രം മെക്കാനിക്കൽ വെതറിങ്. അങ്ങനെ കൂടുതൽ മെക്കാനിക്കൽ വെതറിങ്ങിന് വിധേയമാകുന്നില്ല എന്നും കാണാൻ സാധിക്കും. ദ ഡെട്രിറ്റസ് കൺസീൽസ് എവരിത്തിങ് ബിനീത്ത് ഇറ്റ്. ഓക്കെ, അതായത് അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ വന്ന് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും മുകളിൽ. The streams move on a very gentle gradient and often wander over their flood plain. ഇപ്പോൾ ഫ്ലഡ് പ്ലെയിൻ ക്രിയേഷൻ ഒക്കെ ഇവിടെ ആക്റ്റീവായി, ഫ്ലഡ് പ്ലെയിൻസ് ആണ് പിന്നീട് എല്ലാം അവിടെ കാണുന്നത്. ദിസ് സ്റ്റേജ് ലാസ്റ്റ് ലോങ്ങർ ദാൻ പ്രീവിയസ് 2 സ്റ്റേജ്. അപ്പോൾ ഏറ്റവും ലെങ്തിയർ ആയിട്ടുള്ള ഡേവിസിൻ്റെ സ്റ്റേജ് ഏതാണ്? ഓൾഡ് സ്റ്റേജ് ആണ്. ഓക്കെ, ഇത് കുറേ നാൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. The slope continue their wasting till they get a very low angle. അപ്പോൾ എവിടം വരെ ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്? വെരി ലോ ആംഗിൾ, വളരെ താഴ്ന്ന് എത്തുന്ന ആ ഒരു ഘട്ടം വരെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പെനി പ്ലെയിൻ. അപ്പോൾ ഈ പെനി പ്ലെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പെനി പ്ലെയിൻ ആണ് കേട്ടോ, PENE പ്ലെയിൻ. പെനി പ്ലെയിൻ കൊണ്ടുവന്നത് ആരാണ്? WM ഡേവിസ് ആണ്. എന്താണ് അപ്പോൾ പെനി പ്ലെയിൻ? അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് സ്റ്റേജ് ദ റിലീഫ് ഈസ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ്. നേരത്തെ നമ്മൾ കണ്ട മാക്സിമം റിലീഫ് എല്ലാം പോകുന്നു. ആൻഡ് ദ ലാൻഡ് സർഫസ് അപ്പിയേഴ്സ് ആസ് എ ഫ്ലാറ്റ് ഫീച്ചർലെസ് പ്ലെയിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഫ്ലാറ്റ് ഫീച്ചർലെസ് പ്ലെയിൻ. എന്താണ് പെനി പ്ലെയിൻ? ഫ്ലാറ്റ് ഫീച്ചർലെസ് പ്ലെയിൻ. ആരുടെ ഐഡിയ ആണിത്? WM ഡേവിസിൻ്റെ. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്? സൈക്കിൾ ഓഫ് ഇറോഷൻ. ഏത് ഇയർ? 1899. അപ്പോൾ അതിലാണ് ഈ പെനി പ്ലെയിനെ പറ്റി പറയുന്നത്. പെനി പ്ലെയിൻ അദ്ദേഹം ഏത് സ്റ്റേജിലാണ് ഉപയോഗിക്കുന്നത്? ഓൾഡ് സ്റ്റേജ് കേട്ടോ, ലാസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത്. ഇനി ഒരു ടേം കൂടി ഉണ്ട്, അതുകൂടി ആകുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ദ പെനി പ്ലെയിൻ മേ ഹാവ് ഇറ്റ്സ് ഫോൾഡ് ഫ്യൂ ഹിൽസ് വിച്ച് ഹാവ് സ്റ്റിൽ നോട്ട് ലോസ്റ്റ് ദെയർ എക്സിസ്റ്റൻസ് ഡിസ്പൈറ്റ് വേസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡെന്യൂഡേഷൻ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും കുറച്ച്, അതായത് ഡെട്രിറ്റസ് ഒക്കെ വന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞു, എങ്കിലും കുറച്ച് കൊച്ചു കൊച്ചു കുന്നുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഓൾഡ് സ്റ്റേജിൽ നോക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുകൾ ആ സൈഡിലെല്ലാം കാണാം. ഈ കുന്നുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? മൊണാഡ്നോക്സ്. എന്താണ്? മൊണാഡ്നോക്സ്. ഓക്കെ, അദ്ദേഹം ഈ വിളിച്ച ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ച ഈ ഐസൊലേറ്റഡ് കുന്നുകളുടെ പേരാണ് മൊണാഡ്നോക്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പെനി പ്ലെയിനിൽ കാണുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുന്നുകളെ ആണ് എന്തെന്ന് വിളിക്കുന്നത്? മൊണാഡ്നോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ടേമുകളാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്, പെനി പ്ലെയിനും മൊണാഡ്നോക്സും. പെനി പ്ലെയിനും മൊണാഡ്നോക്സ്, ഈ 2 വാക്കുകളും ജിയോമോർഫോളജിയിൽ സംഭാവന ചെയ്ത വ്യക്തിയും WM ഡേവിസ് ആണ്. ഓക്കെ, സോ ഇത്രയും നോക്കുക. ഇതും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കും. ബി വെർട്ടിക്കൽ ഇറോഷൻ, ഹെഡ്വേർഡ് ഇറോഷൻ ഒക്കെ ഫസ്റ്റ് സ്റ്റേജിൽ ആക്റ്റീവാണ്. അടുത്തതിൽ കണ്ടോ ആ ഒരു ഗ്രേഡിയൻറ്റ് വരുന്നതായിട്ടും എന്താണ് മാക്സിമം റിലീഫ് എത്തുന്നതായിട്ടും ഒക്കെ കാണാൻ സാധിക്കും. മെച്യൂരിറ്റി, മാക്സിമം റിലീഫ് ഒക്കെ കാണാൻ സാധിക്കും. ഇനി കണ്ടോ താഴെയാകുമ്പോൾ കൊച്ചു കുന്നുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു ഫ്ലാറ്റ് പ്ലെയിനിലോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് തിയറിയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു തുടക്കമായൊരു തിയറിയും കൂടി ആയതുകൊണ്ട് തന്നെ ധാരാളം ക്രിറ്റിസിസംസ് ഈ ഒരു തിയറിക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് അപ്ലിഫ്റ്റ് ഇറോഷൻ റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അൺറിയലിസ്റ്റിക്, ചിലപ്പോൾ റിയൽ വേൾഡിൽ ഈ പറഞ്ഞതെല്ലാം കൃത്യമായി നടക്കണമെന്നില്ല. ഇതിലെന്താണ്? ഡേവിസ് സജസ്റ്റഡ് അപ്ലിഫ്റ്റ് ഫിനിഷസ് ബിഫോർ സിഗ്നിഫിക്കൻറ്റ് ഇറോഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സീയിൽ നിന്ന് അപ്ലിഫ്റ്റ് ആയി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എന്താണ് അതിൻ്റെ അവിടെ, അതായത് അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ട് മാത്രമേ ഇറോഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നമ്മൾ പറയുകയുണ്ടായി, അതാണ്ട് ഈ ഒരു പോയിന്റ് നോക്കേ, ദ പ്രോസസ് ഓഫ് അപ്ലിഫ്റ്റ്മെൻറ്റ് വാസ് ഫാസ്റ്റർ ആൻഡ് denudation process acted upon from the time it almost becomes stable mass ആയതിനു ശേഷമാണ് ഇറോഷനൊക്കെ സംഭവിച്ചതെന്ന് പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ റിയൽ ലൈഫിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ബട്ട് അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് ഇറോഷൻ ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. ഈ അപ്ലിഫ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഇറോഷൻ നമുക്കറിയാം അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അത് പറയുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞത് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഇറോഷൻ ഉണ്ടായെന്നാണ്. പക്ഷേ അത് ഒരു ക്രിറ്റിസിസത്തിന്, എന്തായാലും ആ ഒരു അസംഷൻ ക്രിറ്റിസിസത്തിന് വിധേയമായതാണ്.
ഓക്കെ, വിത്ത് ഇറോഷൻ ബിഗിനിങ് അറ്റ് ലാൻഡ് റൈസസ്. അതാണ് നോർമലി ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഓവർ എംബസിസ് ഓൺ ടൈം ആൻഡ് യൂണിഫോമിറ്റി. ഇദ്ദേഹം ആദ്യമേ നമ്മൾ പറഞ്ഞു അല്ലേ, ആ പാസേജ് ഓഫ് ടൈം, സ്റ്റേജ് ടൈമിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ദ മോഡൽ സ്ട്രിക്റ്റ് സീക്വൻഷ്യൽ സ്റ്റേജസ് ആർ ടു സിംപ്ലിസ്റ്റിക് ആൻഡ് ഡോണ്ട് അക്കൗണ്ട് ഫോർ വേരീഡ് റേറ്റ്സ് ആൻഡ് ഡ്യൂറേഷൻ ലീഡിങ് ടു ക്രിറ്റിസിസം ഫ്രം ദോസ് ലൈക്ക് പെങ്ക്. പിന്നീട് വന്ന ഒരു തിയറി, എവല്യൂഷൻ തിയറി നമുക്കറിയാം പെങ്കിൻ്റെയാണ്. പെങ്കിൻ്റെ തിയറിയിലെല്ലാം ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇതിനെ ഈ ഒരു ടൈമിനെയൊക്കെ അദ്ദേഹം മാറ്റിയാണ് പിന്നീട് ഈ ഒരു പോരായ്മകളൊക്കെ അദ്ദേഹം അതിൽ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അവിടെയും കുറേ പോരായ്മകൾ വേറെയും വരുന്നതായിട്ടും പറയാം. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ഓഫ് അതർ ഫാക്ടേഴ്സ്. 3 കാര്യങ്ങളാണ് അദ്ദേഹം നമ്മൾ പ്രോസസ്, സ്ട്രക്ചർ, ടൈം എന്ന് പറഞ്ഞല്ലോ. മറ്റ് കുറേ ഫാക്ടേഴ്സ് അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തു. ഏതെല്ലാമാണ്? ക്ലൈമറ്റ് ഇവിടെ പറയുന്നില്ല. പ്രോസസ്സിൽ പറയുന്നുണ്ട് പല വിൻഡ് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്ലൈമറ്റിനൊന്നും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ നമുക്കറിയാം ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ക്ലൈമറ്റ്. ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരാമല്ലോ. ഓക്കെ, ഏതൊരു സ്ഥലം എടുത്താലും ലാൻഡ് ഫോംസിലും ക്ലൈമറ്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. പിന്നെ ലിത്തോളജി, ജിയോളജിയെ പറ്റിയൊക്കെ അദ്ദേഹം അതിൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ടും ഡീപ്പായിട്ട് റോക്ക് ടൈപ്പ് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ തിയറിയിൽ. അദ്ദേഹം അതിനെ മുമ്പ് ഈ ഒരു വേരിയബിൾസ് ആയിട്ട് അതിൽ സ്ട്രക്ചർ പറയുന്നുണ്ടെങ്കിലും റോക്ക് ടൈപ്പ്, അതായത് റോക്ക് റെസിസ്റ്റൻസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് സ്ലോപ്പ് ഡെവലപ്മെൻറ്റ്, അതിനെ അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തില്ല എന്നതും കാണാൻ സാധിക്കും. ഫൈനലി ടെക്ടോണിക്സ് ആണ് ഇന്ന് നമുക്കറിയാം ഏതൊരു ലാൻഡ് ഫോം എവല്യൂഷനിലും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ടെക്ടോണിക് മൂവ്മെൻറ്റ്, പ്ലേറ്റ് മൂവ്മെൻറ്റ്. അതിനെയും അദ്ദേഹം ഈ തിയറിയിൽ ഇഗ്നോർ ചെയ്തു. അതായത് ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെൻറ്റ്, ക്രസ്റ്റൽ മൂവ്മെൻറ്റ്, അതിനെപ്പറ്റിയൊന്നും എവിടെയും ഇതിൽ ചർച്ച ചെയ്തിട്ടില്ല. യൂത്ത് മെച്യൂർ ഉള്ളിലൊന്നും പറഞ്ഞിട്ടില്ല. ടെക്ടോണിക് മൂവ്മെൻറ്റുകളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും ഒരു ക്രിറ്റിസിസത്തിന് വിധേയമായ ഫാക്ടറാണ്. ഇനി തീർന്നില്ല, 2-3 കൂടിയുണ്ട്. ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി. പിന്നീട് ഫസ്റ്റ് കൊണ്ടുവന്നതാണല്ലോ, അതുകൊണ്ട് പിന്നീട് എല്ലായിടവും നമുക്കിതിനെ ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ഒന്നും അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടില്ല, ടെക്ടോണിക് മൂവ്മെൻറ്റുകളെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വളരെ കുറവാണ്. പിന്നെ അൺറിയലിസ്റ്റിക് എൻഡ് പ്രോഡക്റ്റ്, ഈ പെനി പ്ലെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് നമുക്ക് റിയൽ ലൈഫിൽ കാണാം ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ്. എങ്കിലും ഇത് അൾട്ടിമേറ്റ് എൻഡ് പ്രോഡക്റ്റ് റെയർലി ഒബ്സർവ്ഡ് ഗ്ലോബലി. എല്ലായിടവും നമുക്കിത് കാണാൻ പറ്റുമോ? ഈ മൊണാഡ് നോക്സും പെനി പ്ലെയിനും ഇല്ല അല്ലേ. ഡെൽറ്റ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ഡെൽറ്റാസിനെ പറ്റിയൊന്നും ഇദ്ദേഹം ഇവിടെ പറയുന്നില്ല. പക്ഷേ അവിടെയും ഈ മൊണാഡ് നോക്സ് ഒക്കെ കാണാൻ സാധിക്കുമോ? എല്ലായിടവും വളരെ റയറാണ്, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ടെക്ടോണിക് ഫോഴ്സസിനെ പറ്റി ഇവിടെ പറയാത്തത് കൊണ്ടും ഇതൊരു അൺറിയലിസ്റ്റിക് എൻഡ് പ്രൊഡക്റ്റ് ആണ് ഈ പെനി പ്ലെയിൻ എന്നും ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. ഫൈനലി ഡിഡക്റ്റീവ് ആണ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ. നമ്മൾ ആഗമന സിദ്ധാന്തം, നിഗമന സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞാൽ ഡിഡക്റ്റീവ് അപ്രോച്ചായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. കാരണം ഹി ഗിവ് മോർ എംഫസിസ് ഓൺ ഐഡിയലിസ്റ്റിക് ഡിഡക്ഷൻ ദാൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. നമുക്കറിയാം പിന്നീട് 20th സെഞ്ചുറിയിലൊക്കെ നമ്മൾ കണ്ട ഒരു ജോഗ്രഫിയിലെ മാറ്റമാണ് ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷൻ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷനിലോട്ടൊക്കെ വന്നപ്പോൾ ഡേവിസിൻ്റെ തിയറി ആരും അക്സെപ്റ്റ് ചെയ്തില്ല എന്നതും കാണാൻ സാധിക്കും. അതാണ് മറ്റൊരു ഇതിലെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. സോ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലെ ക്രിറ്റിസിസം. ഞാൻ പറഞ്ഞല്ലോ തുടക്കമാണ്, ആദ്യമായി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് ക്രിറ്റിസിസംസ് അദ്ദേഹം ഫേസ് ചെയ്യുകയുണ്ടായി. പിന്നീട് വന്നവർക്ക് പക്ഷേ ഇതിൽ നിന്നാണ് അവർ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തത്. അവരുടെ കോൺസെപ്റ്റുകളെല്ലാം സ്ലോപ്പ് കോൺസെപ്റ്റുകളെല്ലാം പിന്നീട് ഇതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ജിയോമോർഫോളജി വെച്ച് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ WM ഡേവിസിൻ്റെ സംഭാവന വളരെ വലുതാണ്. സോ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. 3 വേരിയബിൾസ്, 3 സ്റ്റേജസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പെനി പ്ലെയിൻ, മൊണാഡ് നോക്സ്, ഇതൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. പെനി പ്ലെയിൻ, മൊണാഡ് നോക്സ് എന്താണ്, അല്ലെങ്കിൽ ഇതാര് കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡേവിസിൻ്റെ മോഡൽ ഓഫ് സൈക്കിൾ ഓഫ് ഇറോഷൻ ആണ് കണ്ടത്. ഇനി മറ്റ് തിയറീസും മറ്റ് സ്ലോപ്പ് കോൺസെപ്റ്റുമായിട്ടൊക്കെ വേറൊരു ക്ലാസ്സിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.